വളരെ വിരസമായി നീങ്ങിക്കൊണ്ടിരുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് വളരെ പെട്ടെന്നാണ് സജീവമായത്. അതിനുള്ള പ്രധാന കാരണം ഒരു മടുപ്പിൻ്റെ അനുഭവമായിരുന്നു ജോ ബൈഡൻ വേഴ്സസ് ഡൊണാൾഡ് ട്രംപ്. അത് തന്നെയാണല്ലോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും കണ്ടത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ തനി ആവർത്തനം ഒരു പക്ഷേ വിജയം മാറി പറഞ്ഞേക്കാം. പക്ഷെ ആ ഒരു സാഹചര്യം പൂർണ്ണമായി മാറി. ജോ ബൈഡൻ്റെ പിന്മാറ്റം, കമലാ ഹാരിസിൻ്റെ ആഗമനം തെരഞ്ഞെടുപ്പ് രംഗത്തെ ആകെ മാറ്റിമറിക്കുകയാണ്. അതുവരെ ട്രംപിന് നിർണായകമായ മുൻതൂക്കമുണ്ടായിരുന്നു. രണ്ട് വൃദ്ധന്മാർ, 78 വയസ്സുള്ള ട്രംപും 81 വയസ്സുള്ള ജോ ബൈഡനും തമ്മിൽ പോരാടുമ്പോൾ സ്വാഭാവികമായി ട്രംപ് ചെറുപ്പക്കാരനാണ്, 78 വയസ്സിൻ്റെ ചെറുപ്പം. പിന്നെ അദ്ദേഹത്തിന് ഒരു ഡൈനമിസം ഉണ്ട്. ട്രംപിൻ്റെതായ ഒരു ട്രംപിസം എന്ന് പറയുന്ന ഒരു തരം ഡൈനമിസം ഉണ്ട്. അദ്ദേഹം ചില വാക്കുകൾ വളരെ വളരെ നാടകീയമായി ഉപയോഗിക്കുകയും മാത്രമല്ല ശത്രുക്കളെ കടന്നാക്രമിക്കുന്ന ഒരു ആക്രമണോത്സുകത കാട്ടുന്ന റിപ്പബ്ലിക്കൻ നേതാവ് ട്രംപ്. അദ്ദേഹത്തിന് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അതിശക്തമായ പിൻബലം ലഭിച്ചു. അദ്ദേഹത്തിന് പാർട്ടി പ്രൈമറികളിൽ അദ്ദേഹത്തിൻ്റെ അജയ്യമായ ഒരു യാത്രയായിരുന്നു. എന്നാൽ ട്രംപിൻ്റെ ഒരു ജനകീയതയുടെ അടിസ്ഥാനം നോക്കിയാൽ മുൻകാലങ്ങളിൽ ഒരു 8 വർഷം മുൻപ് ട്രംപ് ആദ്യമായി പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എതിരാളി തീർച്ചയായും ഹിലാരി ക്ലിൻ്റൺ എന്ന മുൻ വൈസ് പ്രസിഡന്റ് ഹിലാരി ക്ലിൻ്റൺ. അപ്പം ഹിലരി ക്ലിൻ്റനെ സംബന്ധിച്ചിടത്തോളം എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു എന്ന ഒരു മേന്മയുണ്ട്. അപ്പം ക്ലിൻ്റനെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അത് ബുദ്ധിമുട്ടേറിയ ഒരു തിരഞ്ഞെടുപ്പിൽ ഹിലാരി ക്ലിൻ്റൺ എന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാൻഡിഡേറ്റിനെ വേണമെങ്കിൽ പറയാം ഡീപ് സ്റ്റേറ്റ് അമേരിക്കയുടെ കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ എല്ലാ വിഭാഗങ്ങളും സൈലൻ്റായി പിന്തുണച്ച ഒരു ലേഡിയാണ് മുൻ പ്രസിഡൻ്റായിരുന്ന ബിൽ ക്ലിൻ്റൻ്റെ ഭാര്യ കൂടിയായ ഹിലാരി ക്ലിൻ്റൺ. ഹിലാരിയെ പരാജയപ്പെടുത്തിയ ജയന്റ് കില്ലർ പരിവേഷമുള്ള ഡൊണാൾഡ് ട്രംപ് കമലാ ഹാരിസിനെതിരെ പുഷ്പം പോലെ ജയിച്ചു വരും. കമലാ ഹാരിസ് എന്ന് പറയുന്നത് കാര്യമായ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എങ്കിൽ പോലും വലിയൊരു സാന്നിധ്യമായിരുന്നില്ല. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ അതിശക്തമായ സാന്നിധ്യമൊന്നും ആയിരുന്നില്ല. അതുമാത്രമല്ല 4 വർഷം മുൻപ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് വേണ്ടി റൺ ചെയ്ത സമയത്ത് ഈ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ വേണ്ട സ്വീകാര്യത ലഭിക്കാതെ പോയ ഒരാളുമാണ് കമലാ ഹാരിസ്. പിന്നീട് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ട്രംപ് കമലയെ റണ്ണിംഗ് പാർട്ട്ണറായി കൊണ്ടുവരികയായിരുന്നു. അതുകൊണ്ട് കമലയ്ക്കെതിരെ ഒരു കേക്ക് വോക്ക് ആയിരിക്കും ട്രംപിനുണ്ടാകുന്നത് എന്നതായിരുന്നു ആദ്യ നിഗമനം. പക്ഷേ എല്ലാ നിരീക്ഷണങ്ങളെയും നിരീക്ഷകരുടെ അഭിപ്രായങ്ങളെയും കടത്തി വെട്ടിക്കൊണ്ട് കമലാ ഹാരിസിൻ്റെ പോപ്പുലാരിറ്റി ദ്രുതഗതിയിൽ വളരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 ആഴ്ചയായി കാണുന്നത്. അതിനുള്ള ആദ്യ സൂചന എന്ന് പറയുന്നത് കമലയ്ക്ക് ലഭിക്കുന്ന ഫണ്ട് റേസിങ്ങിൽ ലഭിക്കുന്ന മേൽക്കൈയാണ്. നമുക്കറിയാം പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിന് ഫണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് സ്ഥാനാർത്ഥിയാണോ മത്സരിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യത, അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് ലഭിക്കാവുന്ന ഫണ്ടുകളുടെ, പൊതുജനങ്ങളുടെ ക്രൗഡ് ഫണ്ടിങ്, അല്ലെങ്കിൽ ജനങ്ങൾ ഒരു പാർട്ടിക്കല്ല ഫണ്ട് കൊടുക്കുന്നത്, ഈ ഒരു സ്ഥാനാർത്ഥിക്കാണ്. ആ സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്ന ഫണ്ട് വലിയ തോതിൽ മരവിപ്പിക്കപ്പെട്ടിരുന്നു ജോ ബൈഡന് വേണ്ടി. ജോ ബൈഡൻ്റെ വിജയസാധ്യത വളരെ കുറവാണ് എന്ന കാരണത്താലായിരിക്കാം പല ഡെമോക്രാറ്റിക് ഫണ്ടേഴ്സും ജോ ബൈഡന് ഫണ്ട് കൊടുക്കാൻ വിസമ്മതിച്ചു നിന്ന കാഴ്ചയാണ് കണ്ടത്. അതേസമയം കമലാ ഹാരിസ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി വന്ന ആ നിമിഷം മുതൽ വളരെ വലിയ രീതിയിലാണ് ഫണ്ടുകൾ കമലയുടെ കിറ്റിയിലേക്ക് വന്നത്. സർവകാല റെക്കോർഡ്. കമലയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ദിവസത്തിൻ്റെ പിറ്റേ ദിവസം വലിയൊരു ഫണ്ടാണ്, അതായത് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫണ്ടാണ് ഒരു 24 മണിക്കൂർ കാലത്തിനുള്ളിൽ കളക്ട് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഈ ട്രെൻഡ് തുടരുകയാണ്. അതൊരു സൂചനയായി വേണമെങ്കിൽ കാണാം. പിന്നീടാണ് പല ഏജൻസികൾ നടന്ന CNN, ABC ന്യൂസ് ഏജൻസികൾ നടത്തുന്ന അഭിപ്രായ സർവേകൾ. നമുക്കറിയാം ഇന്ത്യയിലെ അഭിപ്രായ സർവേകൾ ആകെ തോറ്റമ്പിയ ഒരു ചരിത്രം നമ്മൾ കണ്ടതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിക്ക സർവേകളും NDAക്ക് മൃഗീയമായ ഭൂരിപക്ഷം പ്രവചിച്ചപ്പോൾ അതിൽ നിന്നും ഏറെ താഴെ ലഭിക്കാനായിരുന്നു NDAക്ക് യോഗം. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു അന്തരീക്ഷം പോലും ഉണ്ടായില്ല. ഇതൊക്കെ സമീപകാല ചരിത്രമാണ്. അതുകൊണ്ട് പോൾസ്റ്റേഴ്സിൻ്റെ പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഹരിച്ചും കുടിച്ചും മാത്രമേ നമുക്ക് വിശ്വസിക്കാനാവൂ. എന്നിരുന്നാലും തെരഞ്ഞെടുപ്പിൻ്റെ കമലാ ഹാരിസിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ആ ഒരു സമയത്ത് അതിപ്പോഴും 100% കമലാ ഹാരിസ് തന്നെയാണ് സ്ഥാനാർത്ഥിയെന്ന് തീരുമാനിക്കാറായിട്ടില്ല. കാരണം ഔപചാരികമായി പറഞ്ഞാൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷൻ ഓഗസ്റ്റ് മാസം നടക്കുമ്പോൾ മാത്രമേ
ആ കൺവെൻഷനിൽ വെച്ച് മാത്രമേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നുള്ളൂ. ട്രംപിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. അതുകൊണ്ട് ട്രംപ് വേഴ്സസ് കമല എന്ന ഒരു ധാരണയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ അഭിപ്രായ വോട്ടെടുപ്പിൽ ഓരോ ദിവസവും കമല ഹാരിസിൻ്റെ റേറ്റിംഗ് കൂടി വരികയാണ്. ഇപ്പം കമലയ്ക്ക് ഉണ്ടാകും എന്ന് കരുതി പോന്നിരുന്ന ബുദ്ധിമുട്ടുകൾ, ഒന്ന് കറുത്ത വർഗ്ഗക്കാരിയാണ്, അതായത് ജമൈക്കൻ വംശജനായ പിതാവ്. അപ്പോൾ അത് ഒരു ആഫ്രോ അമേരിക്കൻ, അത് ജമൈക്ക എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ നിന്ന് കുടിയേറി വന്ന ആളുകളുടെ സ്ഥലമാണല്ലോ ജമൈക്ക, കരീബിയൻ നാടുകൾ. അതുപോലെ ഇന്ത്യക്കാരിയായ മാതാവ്. അപ്പോൾ ഇങ്ങനെ ആഫ്രോ അമേരിക്കൻ, ഇൻഡോ അമേരിക്കൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മിശ്ര വംശജയായ കമല ഹാരിസിന് അമേരിക്കയിലെ യാഥാസ്ഥിക വോട്ടർമാർ, ഒരു ചെറിയ വിഭാഗമെങ്കിലും അമേരിക്കയിൽ യാഥാസ്ഥിക വോട്ടർമാരുണ്ട്. അവരുടെ വോട്ടുകൾ എങ്ങനെ സംശീകരിക്കാൻ പറ്റും? ഭൂരിപക്ഷം വരുന്ന വെള്ളക്കാരുടെ വോട്ടുകൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ട്രംപിനാണല്ലോ. രാഷ്ട്രീയ ഇതരമായി ഒരുപക്ഷെ വംശീയമായി ചിന്തിക്കുന്ന ഒരുപാട് പേർ അമേരിക്കയിലുമുണ്ട്. ഇത്രയും വികസിത രാജ്യമാണെങ്കിൽ പോലും അവിടെയും വംശീയ ചിന്തകളുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മറികടന്നുകൊണ്ട് എങ്ങനെയാണ് കമല ഹാരിസിന് വോട്ട് നേടാൻ സാധിക്കുക എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. ട്രഡീഷണലി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിൻബലം, നട്ടെല്ല് എന്ന് പറയുന്നത് ബ്ലാക്സ്, കളേർഡ്, ഹിസ്പാനിക്സ് എന്ന് പറയുന്നത് ഈ മെക്സിക്കോയിൽ നിന്നൊക്കെ കടന്നു വരുന്ന ആളുകളാണ്, ഹിസ്പാനിക് വംശജർ. അതോടൊപ്പം തന്നെ വിമൻ വോട്ടേഴ്സിൻ്റെ ഒരു നല്ല പങ്ക്, യൂത്ത് വോട്ടേഴ്സിൻ്റെ ഒരു പങ്ക്, എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്, അങ്ങനെയുള്ള വിഭാഗങ്ങൾ. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രധാന പിൻബലം സഭയുടെയൊക്കെ പിൻബലമാണ്. ഒരു കൺസർവേറ്റീവ് അരിസ്റ്റോക്രാറ്റിക് ചർച്ച് ഫോളോവേഴ്സിൻ്റെ ഒരു പിൻബലം പൊതുവെ ലഭിക്കുന്നത് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഫോഴ്സ് എന്നും കൂടി അറിയപ്പെടുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ്. അങ്ങനെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ട്രംപ് വരുമ്പോൾ വ്യവസായ ലോകത്തിൻ്റെ പിൻബലം, അദ്ദേഹം തന്നെ വ്യവസായിയാണ്, വ്യവസായ സൗഹൃദ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഉപരിവർഗത്തിൻ്റെ പിന്തുണ തീർച്ചയായും ട്രംപിന് കിട്ടാനാണ് സാധ്യത. അടിസ്ഥാന വർഗത്തിൻ്റെ പിന്തുണ ആസ് എ തംബ് റൂൾ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പോകുമെന്ന് പറഞ്ഞാലും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഉപരിവർഗത്തിൻ്റെയും ബിസിനസ് ലോബിയുടെയും ഒരുപക്ഷെ മധ്യവർഗത്തിൻ്റെ തന്നെ വലിയ വിഭാഗത്തിൻ്റെയും ഇതിൻ്റെ എല്ലാം പുറമെ അസംതൃപ്തരായ വെള്ളക്കാരുണ്ട് വലിയ തോതിൽ. കുടിയേറ്റം കാരണം ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിലേക്ക് വൻതോതിൽ നടക്കുന്ന കുടിയേറ്റത്തിന് തിക്തഫലം അനുഭവിക്കുന്ന അമേരിക്കയിലെ വെള്ളക്കാർ അവർ സൈലൻ്റായി ട്രംപിനെ പിന്തുണയ്ക്കും. പുറമേ അവർ പറയില്ല ഞങ്ങൾ ട്രംപിന് അനുകൂലമാണെന്നും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അനുകൂലമാണെന്നും ഒന്നും പൊതുവെ അവർ പറയില്ലായിരിക്കാം. പക്ഷേ അവരുടെ പിൻബലം ലഭിക്കാൻ സാധ്യതയുള്ളത് ട്രംപിനാണ്. പലപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് ട്രംപ് ജയിച്ച തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പാണ്, ആ തെരഞ്ഞെടുപ്പിൽ അഭിപ്രായ വോട്ടുകൾ പലപ്പോഴും ഹിലാരി ക്ലിന്റന് മുൻതൂക്കം പ്രവചിച്ചിരുന്നു. പക്ഷേ അവസാനം ജയിച്ചു വന്നത് ട്രംപാണ്. കാരണം ട്രംപിന് വോട്ട് ചെയ്യുന്നു എന്ന്, കാരണം ട്രംപ് ഒരു കാടൻ വ്യക്തിത്വമാണ്, ഒരു പെട്ടെന്ന് മുറിരണ്ട എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺവെൻഷണൽ പൊളിറ്റീഷ്യൻ അല്ല, ഒരു അൺകൺവെൻഷണൽ റാഡിക്കൽ പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അനുയായിയാണെന്ന് പറയാൻ പലപ്പോഴും അമേരിക്കക്കാർ അത്ര അഭിമാനബോധമൊന്നും കാട്ടാറില്ല. പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ അമേരിക്കക്കാർ വലിയ തോതിൽ ട്രംപിനെ സഹായിക്കുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെയുമായിരുന്നില്ല. അമേരിക്കക്കാർ ഏതാണ്ട് ട്രംപിനെ പ്രസിഡൻ്റാക്കിയില്ല. ആ ഘട്ടത്തിലാണ് കമല ഹാരിസിൻ്റെ കടന്നുവരവ്. അതുകൊണ്ട് നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാൻ കമല ഹാരിസിന് ഇന്നത്തെ നിലയിൽ കഴിയുന്നു. അതുമാത്രമല്ല ഒരുപാട് വിഭാഗങ്ങൾ, ഇപ്പം ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ പിന്തുണ ഉറപ്പായിട്ടും കമല ഹാരിസിന് കിട്ടുമായിരിക്കാം ജനറലി. അതിന് പുറത്തെ വൈറ്റ് അമേരിക്ക, ഇപ്പം കഴിഞ്ഞ ദിവസം വലിയൊരു റാലി നടന്നു, വൈറ്റ്സ് ഫോർ കമല എന്നും പറഞ്ഞൊരു വലിയ ക്യാമ്പയിനും കാര്യങ്ങളും നടന്നു. അപ്പം ജാതിക്കും മതത്തിനും വംശവർണ്ണങ്ങൾക്കും അതീതമായി വോട്ട് പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി കമല ഹാരിസിനുണ്ട് എങ്കിൽ കമലയെ സംബന്ധിച്ചിടത്തോളം വൈറ്റ് ഹൗസ് ബലികേറാമലയാവില്ല എന്നാണ് പൊതുനിരീക്ഷണം.